നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഒരുപാട് കാലമായി അതെ, ഇനി അത് പറയുന്നില്ല ചെയ്തിട്ട്, കാരണം ഒരുപാട് കാലമായി നമ്മൾ തിരിച്ചു വന്നു എന്നിങ്ങനെ പറയുന്നില്ല. ഒന്നാമത് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വരാത്തത് നല്ല ബിസി സ്കെഡ്യൂളും, പിന്നെ മാത്രമല്ല പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമ്പോഴാണല്ലോ നമ്മൾ. ഞാൻ കൂടെ വേണം, അങ്ങനെയാണ് സത്യം. അപ്പൊ ഒരു വർക്കിന്റെ ഒരു ഇതില് ഇങ്ങനെ ഇൻവോൾവ്ഡ് ആയിട്ടാണ്, പ്രത്യേകിച്ചൊന്നും പുതിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ അതങ്ങ് നീണ്ടുപോയി. അപ്പോൾ ഞാനിപ്പം നാട്ടിലെത്തിയിട്ട് ഓൾമോസ്റ്റ് 1 month കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയിട്ട് നമ്മൾ അതിൻ്റെയൊക്കെ ഒരു ബ്രേക്ക് എല്ലാവരും എന്താ പറയുക ഫ്രീ ആയിട്ട് നിൽക്കണ ഒരു ടൈമാണ്. ഷെരീഫ് നാട്ടിലെത്തി. ഞാനിപ്പോ നാട്ടിൽ വന്നിട്ട് 2 years അടുത്തായിട്ടുണ്ട്. അതെ, നാട്ടിലെത്തിയിട്ട് ഒരു 10 days ആയി. അപ്പൊ നമ്മള് വന്ന ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോഴാണ് നമ്മൾ ഫാമിലിയൊക്കെ ഒന്ന് പുറത്തിറങ്ങിയത്. അത് റിലാക്സ് ആയിട്ട് ഇരിക്കുമ്പോഴാണല്ലോ നമുക്ക് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഇത് വരും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് നിന്ന് ഒരു 1 hour ഡിസ്റ്റൻസ് ആണ്. വയലട വ്യൂ പോയിന്റ് റിസോർട്ടിലാണുള്ളത്. അപ്പൊ കണ്ട നിങ്ങൾ ബാക്കിൽ കാണുന്നുണ്ടാവും. അപ്പൊ നമ്മൾ 2 റൂമായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒന്ന് നമ്മളെ റൂം ടോപ്പിലാണ്, സ്കൈ വ്യൂ ഉള്ളതുകൊണ്ട് അതേപോലെ പൂൾ വ്യൂ വരുന്നുണ്ട്. പൂൾ വ്യൂ ഉള്ള ഒരു റിസോർട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉബ്ബ എൽമിറക്ക അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ നമ്മള് അവരൊക്കെ അതിന്റെ അകത്ത് ലോക്ക് ആക്കിയിട്ടാണ് ഇപ്പൊ ഇൻട്രോ എടുത്തിട്ട് വരാന്നുള്ള രീതിയിൽ എല്ലാം കാണിച്ചു തരാം. അടിപൊളിയാണ്. അപ്പൊ എന്താ പറയാ, ഈ ഒരു ഓണത്തിന് സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ രീതിയിൽ നമുക്കത് പെട്ടെന്ന് പോയി വന്നിട്ട് ഇതാക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണ്. പീസ്ഫുൾ ഏരിയ. അതിനേക്കാൾ ബെറ്റർ നമ്മൾ ആ വ്യൂ കാണിച്ചു കൊടുത്താ. യെസ്, ഞാൻ പുറത്തേക്കുള്ള ഒരു വ്യൂ ആദ്യം കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് അകത്തുള്ള എല്ലാ വ്യൂവും. പുറത്തുള്ള വ്യൂ നമ്മള് നൈറ്റിൽ കാണിക്കുന്നുണ്ട്, മോർണിംഗിൽ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മണിയാണ്. നമ്മൾ ആക്ച്വലി മോർണിംഗ് ഒരു 9:30 അവിടുന്ന് പുറപ്പെട്ടു പതുക്കേട്ടാ വന്നത്. പിന്നെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ട്രാഫിക് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ലഞ്ച് കഴിക്കുന്ന ആ ഒരു ടൈം ആയത്തേക്കാണ് ഇവിടെ എത്തിയത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് പുറത്തേക്കുള്ള വ്യൂ കാണിക്കാം. സോ ഇതാണ് വരുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ ആണ് കേട്ടോ. നമ്മള് റിസോർട്ടിന്റെ പേരിന് അങ്ങനെയാണ് വരുന്നത്, വയലട വ്യൂ പോയിന്റ്. കണ്ടോ, നല്ല കാറ്റുണ്ട് ഇവിടെ. അതെ, ബെസ്റ്റ് വ്യൂ ആണ്. എനിക്ക് തോന്നുന്നു മോർണിംഗ് ആയിരിക്കും ഒന്നുകൂടെ അടിപൊളിയായിട്ടുണ്ടാവുക. ഓക്കെ, കണ്ടോ, ഈ 2 നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്, മേലെയും താഴെയും. ഫോട്ടോ സ്പോട്ടാണ് കേട്ടോ. ഇക്ക ഇവിടെ അങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ വലിയ ക്ലിയർ ഇല്ല. എന്നാലും ഒരാള് ചോറിന് വേണ്ടി ലഞ്ച് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ റൂം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ 2 categories ആയിട്ടുള്ള റൂമാണ് ചൂസ് ചെയ്തത്. അതിൽ നമ്മളെടുത്തത് സ്കൈ വില്ലയായിരുന്നു, അതുപോലെ എൻ്റെ പാരൻസ് ചൂസ് ചെയ്തത് പൂൾ വില്ലയായിരുന്നു. ഇനി റൂമിൻ്റെ മൊത്തത്തിലുള്ള ഇൻറ്റീരിയർ ഒക്കെ ഒന്ന് കാണിക്കാം. ഇത് പുറത്തേക്കുള്ളൊരു സ്പേസ് ആണ് കേട്ടോ. ഈ ഒരു ഏരിയയിലാണ് കേട്ടോ നമുക്ക് ഡിന്നർ സെറ്റ് ചെയ്തിട്ടുണ്ടായി. അതുപോലെ തന്നെ റൂംസ് എല്ലാം നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ പൂളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രൈവറ്റ് ഏരിയ ആണ്. നമ്മളും നമ്മളെ ഫാമിലിയും മാത്രമായിട്ടുള്ള ഒരു പ്രൈവറ്റ് ഏരിയ ആണ് അത് വരുന്നത്. അപ്പോൾ നമ്മൾ നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ ഒരു സ്പോട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഫോട്ടോ സെഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മെയിൻ ഫോട്ടോഗ്രാഫർ എൻ്റെ നേരെ താഴെയുള്ള ഒരു അനിയനാണ് കേട്ടോ. സോ
സോ ഗൈസ് ഇത് നല്ലൊരു സ്പോട്ടാണ് ഫോട്ടോ എടുക്കാൻ പറ്റിയ. മറ്റാളത് അവിടെ നിന്ന് കീറി പൊളിക്കുകയാണ്. ഇവിടെ പൂളുള്ളതുകൊണ്ടാണ് നമ്മൾ അവനെ കൂടെ ഇറക്കാത്തത് ഗൈസ്. അപ്പം നമ്മളിതാ ഫോട്ടോസ് എല്ലാം എടുത്തു കഴിഞ്ഞു. ഇത് ഒരാളിത് ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നല്ലൊരു ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ടീ ആൻഡ് കോഫീസ് എല്ലാം എത്തിയിട്ടുണ്ട്. നമ്മൾ 3 പേരും കോഫി ആയിരുന്നു. പക്ഷെ ഇപ്പം ടീ വിട്ടിട്ടുള്ളൊരു കളിയില്ല. പിന്നെ അത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നഗറ്റ്സ് ആൻഡ് ഫ്രൈസ് എല്ലാം എത്തിയിട്ടുണ്ട്. ഭയങ്കര ഫുഡോഗ്രാഫിയാണ്. വീഡിയോ എടുത്ത് കഴിക്കാനിരിക്കുന്നു ഉപ്പയും അമ്മയും. വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ അവിടെ നിന്ന് ചായ കുടിക്കാനായിട്ട്. എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് നല്ല അടിപൊളിയായിരുന്നു. മറ്റാളിതാ ഉറങ്ങി എണീറ്റിട്ടേ ഉള്ളൂ. അവനിത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ എണീക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ പൂളിലെല്ലാം ഒന്ന് ചാടി കുളിക്കാന്നെല്ലാം വിചാരിച്ചതാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ആള് എണീറ്റു. സോ പൂളിലെല്ലാം കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വിശപ്പായി. അപ്പോഴത്തേക്കും ഇവരിതാ മുകളിൽ ഡിന്നറെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ടേഴ്സാണ് പറഞ്ഞിട്ടുണ്ടായത്. അത് കഴിഞ്ഞ് അവരുടെ മെയിൻ ഡിഷസ് എല്ലാം കാണിക്കാം കേട്ടോ. ബ്രോക്കോളി ചൂടുണ്ട് കേട്ടോ. യെസ് ഗുഡ് ബോയ്. ആ ഡ്രസ്സിലൊക്കെ ആവുന്നത് ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞു. നമ്മളിതാ നമ്മളെ ഫൈനൽ ഫ്രൂട്ട് സാലഡ് വന്നിട്ടുണ്ട്. അതും കഴിച്ച് പുലിമുരുകനും കണ്ടിട്ടാണ് ഇപ്പോൾ ജ്യൂസെല്ലാം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ദ നെക്സ്റ്റ് ഡേ, പിറ്റേ ദിവസം മോർണിംഗ് നേരത്തെ എണീറ്റ് കേട്ടോ. നേരത്തെ എണീക്കാനൊരു കാരണം കൂടെ ഉണ്ട്. ഇത് നേരത്തെ എണീറ്റിട്ടില്ലെങ്കിൽ ഈ ഒരു പക്ക വ്യൂ നമുക്ക് മിസ്സാവും. നല്ല കട്ട കോടയായിരുന്നു പുറത്ത്. നല്ല കണ്ണിന് നല്ല കുളിർമയേക്കുന്ന ഒരു അടിപൊളി വ്യൂ ആണ്. ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിതാ ഫുൾ റെഡിയായി. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. സോ ഇതാണ് കേട്ടോ എൻ്റെ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് വരുന്നത്. ഔട്ട്ഫിറ്റ് ഈസ് ഫ്രം നോക്ക. ഫുൾ പിക്ചർ നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ പാക്കിംഗ് എല്ലാം ചെയ്ത് വേഗം ഇറങ്ങാൻ നോക്കുമായിരുന്നു. ബിക്കോസ് എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വേഗം പാക്കിംഗ് എല്ലാം ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലായി. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഒന്നിച്ച് നല്ലൊരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് സ്പോട്ടാണ് ഇപ്പം നമ്മൾ പോയ വയനാട് വ്യൂ പോയിന്റ് റിസോർട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ബുക്കിംഗ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.